എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയിറച്ചിയാണ്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ ബീഫ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത് 4 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഇടിയിറച്ചി. ഇടിയിറച്ചി തയ്യാറാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. വറ്റൽമുളക് ക്രഷ് ചെയ്തത്, കാന്താരി മുളക് 2-3 എണ്ണം ഉണങ്ങിയത്, ബദാം പരിപ്പ്, കറിവേപ്പില നല്ലവണ്ണം നെയ്യിൽ വറുത്ത് കോരിയത്, കുറച്ച് മുന്തിരി, 15 കൊച്ചുള്ളി നന്നായി നെയ്യിൽ വറുത്തതും വെളുത്തുള്ളിയും നെയ്യിൽ വറുത്തത്, ഉലുവ വേവിച്ചിട്ട് നെയ്യിൽ വറുത്തത്, ഇഞ്ചി നെയ്യിൽ വറുത്തത്, തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത്, മസാലക്കൂട്ട്, ഉപ്പ്, കുറച്ച് പച്ചമല്ലി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, പച്ച കുരുമുളക്, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, തേങ്ങ തിരികിയത് നല്ലവണ്ണം നെയ്യിൽ വറുത്തെടുത്തത്, അരി എണ്ണയിൽ വറുത്ത് കോരിയത്, ആവശ്യത്തിന് വേണ്ടുന്ന വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ്, കുറച്ച് വിനീഗർ. ഇടിയിറച്ചി തയ്യാറാക്കാനായി ഞാൻ ഈ ഉണങ്ങിയ ബീഫ് ഈ ഇടികല്ലിൽ ഇട്ട് ചതച്ചാണ് എടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, വേവിച്ച ഉലുവ, ഇഞ്ചി, ലേശം ഉപ്പ്, മസാല, മല്ലി, വറ്റൽമുളക്, കറിവേപ്പില മൂപ്പിച്ചത്, മുന്തിരിങ്ങ, 2 കാന്താരി മുളക്, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി എന്നിവ ചേർത്ത് ചതച്ചെടുക്കുക. ഈ കൂട്ടെല്ലാം ചേർത്ത് നന്നായി ഇടിച്ച് ചേർക്കുക. കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഞാൻ ബദാം പരിപ്പ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഉള്ളു. അണ്ടിപ്പരിപ്പ് ചേർത്താലും കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അതിനുശേഷം ഞാൻ അരി എണ്ണയിൽ വറുത്തത് അതും കൂടെ ഇതിൽ ഇടിച്ച് ചേർക്കുന്നതാണ്. എല്ലാ മിക്സുകളും ചേർത്ത് ഇത് നന്നായിട്ട് ഇടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് തയ്യാറാക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ കുറച്ച് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടി കളിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നു. തേങ്ങാക്കൊത്ത്, തേങ്ങയും ചേർക്കുന്നു. ഇടിയിറച്ചി ചേർക്കുന്നു. ഇടിയിറച്ചി നന്നായി ചെയ്തതിന് ശേഷം ടേസ്റ്റ് കൂടാനായിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നു. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. 1 ചെറിയ സ്പൂൺ വിനീഗറും കൂടെ ഞാൻ ചേർക്കുകയാണ്. രുചിയേറിയ ഇടിയിറച്ചി തയ്യാർ. ഇത് ഏതിന്റെ കൂടെയും കഴിക്കുക. ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കപ്പ പുഴുങ്ങിയതാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.